ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ദിവസം നമ്മൾ താടക വധത്തിൻ്റെ ഭാഗവും അതുപോലെ അഹല്യയുടെ മോക്ഷഭാഗത്തെക്കുറിച്ചുമുള്ള ഭാഗമാണ് വായിച്ചത്. ആ താടക വധത്തിൻ്റെ ഭാഗത്തിൽ നമുക്ക് തരുന്നൊരു വലിയ സന്ദേശം അതിനകത്തുണ്ട്. ശ്രീരാമൻ്റെ മഹത്വത്തെക്കുറിച്ചും ശ്രീരാമൻ്റെ ആയുധ ശസ്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവിനെക്കുറിച്ചും പറഞ്ഞു തരുന്നു. അവിടെ വിളിക്കുന്നുണ്ട് രാഘവ സത്യപരാക്രമേ പരാക്രമവാരിധേ എന്ന്. വിശ്വാമിത്ര മഹർഷി വിളിക്കുന്നതാണ്. നമ്മളൊക്കെ പേര് വിളിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉണർവുണ്ടാകും. രാവിലെ എഴുന്നേറ്റാലും മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോഴും നമ്മളവരെ പേര് വിളിച്ച് ചെയ്യുമ്പോഴും നമുക്കൊരു ശക്തി കിട്ടും. ആ താടകയുടെ വനത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ വിശ്വാമിത്ര മഹർഷി വിളിച്ചത് രാഘവ സത്യപരാക്രമവാരിധേ, രാഘവ പോകുമാറില്ല ഈ വഴി ആരുമേ. താടകയെ ഭയന്നിട്ട് ഈ ഭാഗത്ത് കൂടെ ആരും പോകാറില്ല, അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കണം, ഈ ഭുവനവാസികൾ മുഴുവൻ വിഷമിച്ചു കഴിയാണ്. അത് പറഞ്ഞ ഉടനെ തന്നെ ശ്രീരാമൻ ചെയ്യുന്നത് ചെറുഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി പെരുകയാണ്. ശ്രീരാമസ്വാമി തൻ്റെ അമ്പും വില്ലും എടുത്ത് ചെറുതായിട്ടൊന്ന് ആ അമ്പും വില്ലും ഒന്ന് കുലച്ചു എന്നാണ്. അപ്പോഴേക്കും താടകാവനം മുഴുവൻ ഭയന്നു എന്നാണ്. ഒരു തത്വം, സത്യധർമ്മത്തിന് വേണ്ടി നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അത് എത്ര പതുക്കെ പറഞ്ഞാലും സത്യമാണെങ്കിൽ അത് എത്ര ദൂരെയും കേൾക്കും. അപ്പോൾ ധർമ്മം പ്രവർത്തിക്കാൻ നമുക്ക് നൽകുന്നൊരു ഭാഗമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, താടകയെ വധിച്ചതിന് ശേഷം വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം മറ്റ് അസുരന്മാരെയൊക്കെ വധിക്കുന്നുണ്ട്. അങ്ങനെ വധിക്കുന്ന സമയത്ത് ശ്രീരാമൻ്റെ അസ്ത്രം ധാരാളം ദിക്കിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മാരീച സുബാഹുക്കന്മാരുടെ മേലേക്ക് അസ്ത്രം വഹിച്ച സമയത്ത് രാമബാണം പിന്നാലെ കൂടെ ഖിന്നനായ ഒരു യോജന പാഞ്ഞാനവൻ സുബാഹുവിനെ വധിക്കാൻ പോകുന്ന സമയത്ത് അർണവത്തിൽ കടലിൽ ചെന്ന് വീണു. അതിനുശേഷം തിരിച്ച് ഒരു ശരണം ഇനി ഇല്ലെന്ന് മനസ്സിലായ സമയത്ത് തിരിച്ച് ശ്രീരാമനോട് ക്ഷമാപണം പറഞ്ഞു എന്നാണ്. ഒരു വളരെ വലിയ ഒരു തത്വം നമുക്കവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഭക്തവത്സലൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്ന് അന്നു തുടങ്ങി മാരീചനും. അങ്ങനെ മാരീചനെ വധിക്കാൻ വേണ്ടിയിട്ട് അസ്ത്രം പോകുന്ന സമയത്ത് മാരീചൻ ശ്രീരാമനെ നമസ്കരിച്ചു എന്നാണ്. അതിൻ്റെ അകത്തൊരു തത്വമുണ്ട്. ഈശ്വര ചൈതന്യങ്ങളെ നമ്മൾ നമസ്കരിച്ചാൽ, ഈശ്വരൻ്റെ സമക്ഷം നമ്മൾ പോയാൽ, ഭഗവാന്റെ ഭക്തനാണെന്ന് ഭഗവാന് മനസ്സിലായാൽ അന്ന് തൊട്ട് ഭഗവാൻ അനുഗ്രഹിക്കും. നമ്മൾ പറയും ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് എനിക്കൊന്നും മാറ്റം വന്നിട്ടില്ല, ശബരിമലക്ക് പോയിട്ട് എനിക്കോ മാറ്റമൊന്നുമില്ല. ഭക്തനായിട്ടാണ് നിങ്ങൾ പോയതെങ്കിൽ, ഭക്തനായിട്ടാണ് ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോയതെങ്കിൽ ഭഗവാൻ അനുഗ്രഹം തരുന്നുള്ളൊരു വരി രാമായണത്തിലുണ്ട്. ഭക്തവത്സനൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്ന് തുടങ്ങി മാരീചനും. അപ്പോൾ അതൊരു നല്ലൊരു തത്വം നമുക്ക് പറഞ്ഞതിന് ശേഷം അഹല്യയുടെ മോക്ഷഭാഗമാണ് വായിച്ചത്. അങ്ങനെ ഗംഗയുടെ സമീപത്ത് അഹല്യയും ഗൗതമ മഹർഷിയും വാഴുന്ന സമയം, ആ ഭാഗത്താണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രാജയാ വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ ചെന്തുണ്ടിവായ് മലരും പന്തുക്കും മുലകളും ചന്തമേറിയിടം തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചെന്താർഭാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചനങ്കന്തനായി വന്നാനല്ലോ.
അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നതോർത്തു. ലോകേശാത്മജാസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാതിയിങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തര പുക്കാനുടജാന്തരേ പരവശാൽ സൂത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ. വിത്രസ്തനായത്രയും വേപതു പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ. തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ. ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം. നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായികിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറത്തു കൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മമെല്ലാം. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമം ബുക്കപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം കാമകിങ്കരീ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരതാപ വായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം. നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനനേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യ സംവത്സരം കഴിയുമ്പോൾ അങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുഃഖങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. പുത്രഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽ പാർശ്വം മുക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാളഹല്യയും നിന്തിരുമലരടി ചെന്തളിർപ്പൊടിയേപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസോടും ഇവിടെ വസിക്കുന്നു. ബ്രഹ്മനന്ദിനിയായ ഗൗതമപത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടജാങ്കണം പൂക്കാൻ. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞു ആമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥനെ കാണായിതഹല്യേക്കും വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസ സഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാംബുജ ലീനസന്നിഭ നേത്രത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യേക്കും. തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നമുര ചെയ്തിതു ഓർത്താളപ്പോൾ. നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോഹരൻ. ഇത്തമാത്മനി ചിന്തിച്ചുത്താനം ചെയ്തു ഭക്തിയ
സത്വരമാർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളോടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും. വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരദ്യസ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അഹല്യ മോക്ഷഭാഗമാണ് വായിച്ചത്. ഈ ഭാരതത്തിൽ പഞ്ചസതീരത്നങ്ങളാണ്. ആ പഞ്ചസതീരത്നങ്ങളിൽ ഒരാളാണത്രേ അഹല്യ. ആ അഹല്യയുടെ കഥാവൃത്തം നമുക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും സുന്ദരിയാണത്രേ അഹല്യ. ആ അഹല്യയുടെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് വിശ്വവിമോഹിനിയായൊരഹല്യാരൂപം കണ്ടു ദുശ്ചവനും കുസുമായുധവശനായ. അങ്ങനെ കാമശരമേറ്റ് പരവശനായി ഇന്ദ്രൻ അഹല്യയെ പ്രാപിക്കണമെന്ന ആഗ്രഹവുമായി നിത്യം സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അഹല്യയുടെ ഭർത്താവായ ഗൗതമ മഹർഷി, ആ ഗൗതമ മഹർഷി ഗംഗയുടെ തീരത്തേക്ക് കുളിക്കാൻ വേണ്ടി പോവാണ്. പ്രത്യുഷശുദ്ധായ, വളരെ നേരത്തെയാണ് കുളിക്കാൻ പോവാനാണ്. അങ്ങനെ നേരത്തെ കുളിക്കാൻ പോകുന്ന സമയത്ത് ഗംഗയുടെ സമീപത്തെത്തിയപ്പോൾ മനസ്സിലായി അത്ര ഗംഗാദേവി ഉണർന്നില്ല. തിരിച്ച് ഗൗതമ മഹർഷി സ്വന്തം ആശ്രമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് തൻ്റെ അതേ രൂപത്തിൽ നിൽക്കുന്ന ഒരാളെയാണ്. അപ്പോൾ ഗൗതമ മഹർഷി ചോദിക്കുകയാണ്, ആരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു എന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്താ കാരണം? നിൽക്ക് നീ, എന്താ നീ എൻ്റെ രൂപം ഇങ്ങനെ കൈക്കൊള്ളാൻ കാരണം? നീ ഇത് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്റെ ഭസ്മമാക്കും. സത്യം പറഞ്ഞാൽ അപ്പോൾ ബാക്കി പറയാമെന്നാണ്. ശ്രദ്ധിക്കണം, നമുക്കൊക്കെ ഇത് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ട് അങ്ങനെ പറയാണ്, ഞാൻ സ്വർലോകാധിപനായിരിക്കുന്ന കാമകിങ്കരനായ ഞാൻ വല്ലാതെ മായയിൽ ഭ്രമിച്ചുപോയി. അങ്ങനെ എനിക്ക് അഹല്യയുടെ ഒരു മോഹം തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ രൂപം ധരിച്ചതാണെന്ന് പറയാണ്. അത് കേട്ട ഉടനെ തന്നെ ഗൗതമ മഹർഷി ശപിക്കുകയാണ്, നീ സഹസ്രഭകനായി ഭവിക്കട്ടെ എന്ന്. അങ്ങനെ സഹസ്രഭകനായി ഭവിക്കട്ടെ എന്ന് ശപിച്ചതിന് ശേഷം അഹല്യയെ കാണുകയാണ് ആശ്രമത്തിൽ കയറിയിട്ട്. അഹല്യയോട് പറയാണ്, കഷ്ടം എത്രയും തവ ദുർവൃത്തം മാനസേ, നീ ഇത്രയൊക്കെ ദോഷം തന്നെയാണല്ലോ നീ ചിന്തിച്ചതും പറഞ്ഞതും. അതുകൊണ്ട് നിന്റെ ഈ ദുഷ്കൃതം, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നീ തെറ്റിന് കൂട്ടുനിന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തരുന്നൊരു സന്ദേശമാണിത്. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും മറ്റൊരാളുടെ തെറ്റിന് നമ്മൾ കൂട്ടുനിന്നാലും നമ്മൾ തെറ്റുകാരനാണ്. അങ്ങനെ ഗൗതമ മഹർഷി അഹല്യയെ ശപിക്കുകയാണ്, നീ ഇനി ദുഷ്കൃതമൊടുങ്ങുവന്നീടും ചൊല്ലുവാൻ നിഷ്കൃതിയായുള്ള ഒരു ദുർധര മഹാവ്രതം കാമകിങ്കരിയായിരിക്കുന്ന നീ ശിലാരൂപം കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. എത്ര കാലം? ശ്രീരാമൻ ത്രേതായുഗത്തിൽ വരുന്ന കാലഘട്ടം വരെ, ആ ശ്രീരാമൻ്റെ പാദസ്പർശം ഉണ്ടാകുന്നത് വരെ നീ ശിലയായിരിക്കണം എന്ന. ഒരു തെറ്റും ചെയ്യാത്ത അഹല്യക്ക് ഇത്രയും വലിയ ശിലയായിരിക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ഓരോ ദിവസവും നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിന് എത്ര വലിയ ശിലയായി നമ്മളൊക്കെ ചിലപ്പോൾ മാറിയേക്കാം എന്നൊരു സന്ദേശം നമുക്കവിടെ തന്നതിന് ശേഷം ശ്രീരാമൻ അവിടെ വരികയും അങ്ങനെ അഹല്യക്ക് മോക്ഷം കൊടുക്കുന്നൊരു ഭാഗമാണ്. ആ അഹല്യക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം അഹല്യ ശ്രീരാമനെ സ്തുതിക്കുകയാണ്, ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനൊത്തുമോ. ബഹുകൽപ്പമാരാധിച്ചാലും ചിത്രമെത്രയും തവചേഷ്ടിതം ജഗൽപതേ, മർത്യഭാവേന വിമോഹിച്ചീടും നിദേതവും. ഇവിടെ അഹല്യ ശ്രീരാമനെ സ്തുതിക്കുന്ന സമയത്ത് പറയാണ്, ഞാൻ അഹോ കൃതാർത്ഥയായി എന്ന്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ഇന്ന് നമ്മൾ ഒരു താങ്ക്സ് ആണ് പറയുക, നന്ദി പറയണം. താങ്ക്സ് ആയാലും നന്ദി ആയാലും ഒരാളൊരു ഉപകാരം ചെയ്താൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? തിരിച്ച് പ്രത്യുപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ചെയ്തത്
നന്നായി എന്ന് നമുക്ക് പറയാൻ പറ്റണം. ആ അഹല്യാസ്തുതിയുടെ ഒരു ഭാഗത്ത് പറഞ്ഞു തരുന്നതും അതാണ്. അതുകൊണ്ട് ബഹുകൽപ്പം ആരാധിച്ചാലും ചിത്രം എത്രയും തവ ചേഷ്ടിതം ജഗത്പതേ മർത്യമാവേന വിമോഹിച്ചിടുന്നത്. അതുകൊണ്ട് ആർക്കും സാധിക്കാത്ത കാര്യമാണ് അഹല്യക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞാനിതാ അങ്ങയെ ചിത്തമോഹേന രമണീയമദ്ദേഹിനം രാമം ശുദ്ധമദ്ഭുതം വീര്യം സുന്ദരം ധനുർധനം തത്വമദ്വയം സത്യസന്ധമദ്യന്തഹീനം നിത്യം അവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തീവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല ഞാൻ. അങ്ങനെ അഹല്യ പറയാണ്, ഞാൻ നിത്യം അങ്ങയെ ഞാൻ ഭജിക്കും, മറ്റാരെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഭജിക്കുന്നില്ല. പിന്നെയോ യാതൊരു പാദാംബുജമാരായുന്നിതു വേദം, എല്ലാ വേദങ്ങളും ആരായുന്നത് എന്താന്നാണ്. യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. മഹാദേവൻ പോലും വന്ദിക്കുന്ന ആളാണത്രേ നാരായണൻ. ആ നാരായണന്റെ പാദമാണ് ശ്രീരാമന്റെ പാദം. ആ പാദത്തിൽ എനിക്ക് വന്ദിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ പൂർവ്വകാലഘട്ടത്തിലെ പുണ്യമാണ്. അതുകൊണ്ട് ചേതസാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. കൽമഷം എല്ലാം തീരാൻ വേണ്ടിയിട്ട് രാമചരിതമായിരിക്കുന്ന ഈ രസായനം, രാഗാദികൾ തീരാൻ, ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ തീരാൻ വേണ്ടി ഞാനിതാ ഈ രാമനെ ഭജിക്കുന്നുവെന്ന് അഹല്യാദേവി പറയാണ്. അതിനുശേഷം പറയാണ്, ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദാത്മാ രാമനതന്ത്രൻ നീചമായ ഗുണബിംബതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാനഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ടോരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസീ വസിക്കേണം. ഇവിടെ പറഞ്ഞു തരികയാണ് നമുക്ക്, ഭഗവാൻ പല രൂപത്തിലാണ് അങ്ങനെ വരുന്നത്. ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ, ജഗത്തിൻ്റെ ഉത്ഭവം, ജഗത്തിൻ്റെ പരിപാലനം, ജഗത്തിനെ സംഹരിക്കുക, ഇതിനു വേണ്ടിയാണ് ഭഗവാൻ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇങ്ങനെയുള്ള 3 രൂപഭേദങ്ങൾ കൊണ്ടാണ് ഇരിക്കുന്നത്. രാമരാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി വാണിദ്വയം പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യയം മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ, നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവനജിതൻ നിരഞ്ജനൻ, വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യബാധക ഭേദങ്ങളിങ്ങനെ ജഗന്മയൻ, വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണ കർത്തൃഫല സാധനഭേദം മായയാ ബഹുവിധ രൂപമായി തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയതോ സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിതം ചേതസാം, ത്വന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ. മനസ്സേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ. മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ, പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുധനവ്യക്തൻ ശാന്തന സംഗകൻ നിരാകാരൻ ഭക്തനാം മുക്തിപ്രദൻ യുക്തനാം യോഗപ്രദൻ സക്തനാം മുക്തിപ്രദൻ സിദ്ധനാം സിദ്ധപ്രദൻ. തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ സത്യജ്ഞാനാനന്ദാമൃതാത്മകൻ പരൻ. സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ. സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായന്തയായുള്ളോരു ഞാനെങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമാ. എത്ര കുത്രാവിവസിച്ചീടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ ആർത്തിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമാ.
നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്താപരാധം ക്ഷമസ്വ ജഗൽപദേ ജനനമരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായകകോടി സദൃശപ്രഭം രാമം കരുണാകരം കാളജലാഭാസം രാമം കനകരുചിരദിവ്യാംബരം രമാവരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചിടിനാളഹല്യയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്തിയാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം ഗുരുതൽപകൻ കനകസ്തേ സുരാപായി ധരണീ സുരഹന്താ പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റെങ്കിലും ഇവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ജപിച്ചാതരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനായി നായിൽ പറയേണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഹേ ദദ്ധി രാമായണം കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.